peace and joy. Welcome back to our channel. Hope you all are fine and great. ക്രിസ്മസ് പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ വരെ പോകുന്ന എല്ലാവരുടെ ഇവിടെ ഞങ്ങൾ തകർത്ത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വ്ളോഗ് മാസ് തുടങ്ങിയിട്ട് ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. ഓൾമോസ്റ്റ് 4:45 ആയിട്ടുണ്ട് ഇവിടുത്തെ ടൈം. പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നല്ല ഇപ്രാവശ്യം ക്രിസ്മസിന് നമുക്ക് മെമ്പേഴ്സ് കൂടുതലാണ്. യെസ്, നമ്മുടെ ആഷ്ലും ഫെല്ലും വരുന്നുണ്ട്. അപ്പോൾ അവർ ഓൺ ദ വേ ആണ്. ആൽവിൻ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. കൊവൻട്രിയിലാണ് അവരുള്ളത്. നമ്മൾ ഓൾറെഡി പല വ്ളോഗ്സിലും അവരെ കാണിച്ചിട്ടുണ്ട്. ആഷ്ലു എന്ന് പറഞ്ഞാൽ ആൽവിൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ആൽവിനും ആഷ്ലുവിൻ്റെ വൈഫ് ഫെല്ലു, അപ്പോൾ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. ആ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളവർ വരും എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി ഇങ്ങനെ കൊതിച്ച് ഇങ്ങനെ ഇരിക്കണതാണ്, വെയിറ്റ് ചെയ്തിരിക്കണതാണ്. ചെസ് പോയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവൻ്റെ റൂം ആണ് ആഷ്ലുവിനും ഫെല്ലിനും വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ അത് ചെയ്തേക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് വേറെ അറിയാമല്ലോ, അപ്പോൾ അതിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്മസും കൂടി ആകുമ്പോൾ നമുക്ക് തിരക്കാണ്. ഇപ്പോൾ ക്ലീനിങ്ങും ഒതുക്കലും എല്ലാമായിട്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും കുക്കിംഗ് പകുതി ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഗീ റൈസും ചിക്കൻ കറിയും വെക്കാം. ചിക്കൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻട്രോ ഒന്ന് എടുത്തേക്കാം. ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ വ്ളോഗായിരിക്കും. ജസ്റ്റ് നൈറ്റ് മാത്രം ഞങ്ങളുടെ ഒരു ഇത് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. ഡെഫിനറ്റ്ലി നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് അഡ്വെൻറ്റ് കാൻഡിലൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദം. അവർ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്, ഹള്ളിയിലോട്ട് വരുന്നത്, അതേപോലെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. അതും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആരെങ്കിലുമൊക്കെ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവർ 2 ദിവസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി വിശേഷങ്ങളൊക്കെ വഴിയെ ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ കുക്കിംഗ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയും തലയിലെല്ലാം ഈ ചിക്കൻ്റെ ഒക്കത്തിൻ്റെ മസാലയുടെ ഒക്കെ മണമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഹുഡ് മാറ്റിയതാണ്. ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഹുഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തോ പോലെ. ഓക്കെ, സോ നമ്മൾ ഇവിടുത്തെ ഒരു UK രീതിയാണ്, ഇവിടുത്തെ ഒരു രീതിയാണോ എനിക്കറിയില്ല. നാട്ടിലൊക്കെ നമ്മൾ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കും, അല്ലാതെ നമ്മൾ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറില്ല. മേ ബി എല്ലാവരും വിഷ് ചെയ്യും. ഞങ്ങളുടെ വീട്ടിലൊരു രീതി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ പച്ചാളത്തുള്ള എൻ്റെ മമ്മിയുടെ ഡാഡിയുടെയും സിബ്ലിങ്സിൻ്റെ വീട്ടിലൊക്കെ പോയി എല്ലാവരെയും മെരി ക്രിസ്മസ് വിഷ് ചെയ്യും. മേ ബി കേക്കും വൈനും കഴിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഇന്നലെ മോളി ആൻറ്റിയും സണ്ണി അങ്കിളും കൂടി വന്നിട്ട് ഗിഫ്റ്റ് വന്നിട്ട് പോയി, മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സുധ ചേച്ചിയും ചേട്ടനും വന്നേക്കുന്നത്. ചേച്ചി വന്നില്ല, ചേട്ടനും മോനും വന്നു, രണ്ടാമത്തെ മോനും. മോൻ വന്നിട്ട് മെരി ക്രിസ്മസ് വന്നിട്ട് പറഞ്ഞിട്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ട് പോയി. സുധ ചേച്ചി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെ ക്ലോസ് ആണ്. അവരൊക്കെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു ചേച്ചിയാണ് സുധ ചേച്ചി. ചേട്ടനാണെങ്കിലും ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ അത് എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് ക്രിസ്മസിൻ്റെ ടൈമിൽ. അതും ക്രിസ്മസിൻ്റെ ഈവാണ്, അതായത് ഇപ്പോൾ അന്നത്തെ ദിവസമല്ല, 2 ദിവസം മുൻപായിട്ടാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ മേ ബി നമ്മളും ആ ട്രെൻഡ് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ഇയർ ചെയ്യുക. ഈ വർഷം ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നണില്ല. ഇതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ UAE-യിലായിരുന്ന സമയത്തായാലും ഇപ്പോൾ ഇന്ത്യയിലായിരുന്നെങ്കിലും കേക്ക് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കേക്കാണെങ്കിൽ നമ്മൾ കൊണ്ടേ കൊടുക്കും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കേക്ക് ഉണ്ടാക്കിയില്ല, എല്ലാം കൂടി പറ്റൂല. കേക്ക് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ടിൽ എനിക്ക് ഉണ്ടാക്കണം. ചെറിയൊരു കേക്ക് ഉണ്ടാക്കി പറ്റില്ല. ഉണ്ടാക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. പല തിരക്കുകളിലും പല കാര്യങ്ങളായിട്ട് നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ കുക്കീസ് ഉണ്ടാക്കി കൊച്ചിനെ, അല്ലെങ്കിൽ അവന് വിഷമമല്ലോ, അവനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളത് ചിന്ത വരുവന്. അപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ അടിയിൽ ഇപ്പോൾ തന്നെ ഗിഫ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടാണ്. ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. നമ്മുടെ കുക്കിംഗ് ഗീ റൈസ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഗീ റൈസ് പെട്ടെന്നാവുമല്ലോ. കറി സെറ്റാവാനുണ്ട്. എയർ ഫ്രയറിൽ 2ാമത്തെ ട്രിപ്പ് ചിക്കൻ വെച്ചിട്ടുണ്ട്. വേഗം ആകും, അധികം ടൈം എടുക്കില്ല. പിള്ളേരെ വരുന്നതിന് മുമ്പ് എന്തായാലും പരിപാടിയൊക്കെ തീരും. ഓടിച്ചിട്ടിട്ട് നമ്മുടെ ബോട്ടിൽ ആർട്ടൊക്കെ കണ്ട ഞാനതൊക്കെ സെപ്പറേറ്റ് പിന്നെ കാണിക്കാം കേട്ടോ. ഇത് 2 ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, പിന്നെ 2 അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതുപോലെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓടിച്ചിട്ട് കാണിക്കാം, നന്നായിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ക്രിസ്മസ് ഡേക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ഇതിപ്പോൾ വിശ്വചേട്ടനും ഫാമിലി തന്നതാണ്.
അറേബ്യൻ ഫാമിലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് വയ്യ, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ അതേ ഈ ഒരു ടേബിളിൽ അധികം സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പൈൻ കോൺസും പിന്നെ കമ്പുകളൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ, ചെറിയ ക്രിസ്മസ് ട്രീസ്, പിന്നെ ഒരു എക്സ്ട്രാ പൈൻ കോൺ വന്ന് ഞാനിങ്ങനെ വെച്ച് കൊടുത്ത്. പിന്നെ എനിക്കിവിടെ റെഡ് കളറിലെ തീമിൽ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടി പറ്റില്ലല്ലോ. പിന്നെ കൊച്ചിന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം, ഐ മീൻ ക്രിസ്മസ് കാർഡ്സ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ജസ്റ്റ് പോയി കിട്ടിയ ക്രിസ്മസ് കാർഡ്സ് ആണ്. ബാക്കിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എല്ലാം. പിന്നെ നമ്മുടെ ഓൾട്ടറിൽ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. യെസ്, നമ്മുടെ അഡ്വെന്റ് റീത്ത് ആൻഡ് മൈ പ്രേയിങ് ഏരിയ. ബാക്കി എല്ലാ ക്രിസ്മസ് ഡെക്കറും നല്ല വിശദമായിട്ട് വേറെ നാളെ കാണിക്കാം, നാളത്തെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ റെഡ് സ്റ്റാർസ് അതെവിടെ ഇട്ടേക്കണം എല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വ്ളോഗ് മാസം 25 ഡേയ്സും ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യം വന്ന് ഇൻ ബിറ്റ്വീൻ. ജസ്റ്റ് ബോയ്ക്ക് വയ്യാതെയൊക്കെ ആയ സമയം ഉണ്ടായിരുന്നു, അവന് പനിയും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ ചെയ്തില്ല. 2-3 ദിവസത്തേക്ക് അടുപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് 3 ദിവസം ചെയ്യാതെ 3 ദിവസത്തേക്കും കൂടി ഒരുമിച്ച്. ഈ പ്രാവശ്യം ഇത്രയും ദിവസം കർത്താവ് എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമ്മുടെ 22 ഡേയ്സും വ്ളോഗ് മാസ് ഇടാൻ പറ്റി. കുറച്ച് പേര് കണ്ടുള്ളൂ, ഇറ്റ്സ് ഓക്കെ, അത് മതി. കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയാം. എന്തായാലും അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ നമ്മളുടെ ഈ ക്രിസ്മസ് സ്റ്റാർസും സ്നോ ഫ്ലേക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഡിയോൺ മോൻ, അതായത് എൻ്റെ കസിൻ സിസ്റ്റർ ബാബി ചിറ്റയുടെ മോൻ, ചെറിയ മോനാണ് അവൻ ഇതേപോലെ ഉണ്ടാക്കി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കി എനിക്ക് വീഡിയോ അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുക നമ്മുടെ എന്തെങ്കിലും ഒരു ആക്ട് വഴി, നമ്മുടെ സംസാരമോ നമ്മുടെ പ്രവൃത്തിയോ വഴി. ഇഫ് യു ക്യാൻ ഇൻസ്പയർ സം വൺ, ദാറ്റ് സംതിങ് ഗ്രേറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഡൗൺ ബിലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഞാൻ ജസ്ബോയുടെ പരിപാടി കാണിച്ചു തരാം. ജസ്ബോയുടെ റൂം സെറ്റ് ചെയ്തേക്കണം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ സ്റ്റാർ നമ്മൾ ഇവിടെയാണ് വെച്ചേക്കുന്നത്. സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്നോ ഫ്ലേക്സിൻ്റെ പോലെയാണ്. പിന്നെ ഞാനൊരു ചെറിയ ബോ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെയായിട്ട്. പിന്നെ ഒരു 4 ക്രിസ്മസ് ട്രീസ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. പോയിന്റ് സെറ്റിന് അവിടെ വെച്ചേക്കുന്നത്. അവിടെ അയാൾ സേഫാണ്, കാരണം ഇവിടെയൊക്കെ ഹീറ്ററാണ്. ഇവിടെ ഹീറ്റർ, പിന്നെ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഹീറ്ററുണ്ട്, റൂംസിലൊക്കെ ഹീറ്ററാണ്. അപ്പോൾ പിന്നെ കിച്ചണിൽ പിന്നെ കുക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം വരും. കുക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ചൂട് അയാൾക്ക് ഏൽക്കും. അപ്പോൾ അയാൾ സേഫായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. ഇവിടെ വന്നിട്ട് ആൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല. യെസ്, ജസ്റ്റ് പോയി റൂം ചെയ്തേക്കണം കാണിച്ചു തരാം. ഇതാണ് ജസ്പോയുടെ റൂം, JJM. അപ്പോൾ കൊച്ചിൻ്റെ റൂമിൽ സ്നോഫ്ലേക്സിനൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അവൻ തനിയെ ഉണ്ടാക്കിയ സ്നോഫ്ലേക്സ് ആണ്. പിന്നെ ഇത് ഓക്കെ, വെൽക്കം ആഷു അങ്കിൾ ആൻഡ് ഫെല്ലു ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട ഒരു ഡോഗിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കൊച്ച് അത്രയും ചിന്തിച്ചിട്ടൊക്കെയാണല്ലോ അതൊക്കെ ചെയ്തേക്കുന്നത്. എസ്പോയുടെ റൂമാണ് ഇത്. ഇത് കണ്ടാ വെയിറ്റ് ചെയ്തിക്കളാ പിള്ളേരെത്തിയേ. അവിടെ നോക്കിക്കേ, എസ്പോ എഴുതിച്ചൊക്കെ നോക്കിക്കേ. ഒരു ഡോഗിനൊക്കെ വെച്ചിട്ടുണ്ട് കണക്ക്. അസ്ലോ, ഹൗ ഇസ് കുക്കീസ്? ഞാൻ കഴിച്ചിട്ടാ, ഞാൻ 2 കഴിച്ചു. എനിക്ക് എനിക്കത് വേണ്ട, എനിക്ക് ഗ്രേവി. യെസ്, ധൃതി പിടിച്ചുണ്ടാക്കിയത് കൊണ്ട് ഫുഡ് എങ്ങനെ ഉണ്ടാവും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിള്ളേർക്കും ഇഷ്ടപ്പെട്ട്, അച്ചുമ്മ കഴിച്ച്, ഞാനും നന്നായിട്ട് കഴിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച്.
പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു വർത്തമാനം പറഞ്ഞിരിക്കാൻ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ്. ഞങ്ങൾ ഒരുമിച്ച് അഡ്വൻറ്റ് കാൻഡിലൊക്കെ കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം, അങ്ങനെ അതും ഒരു രസം. പിന്നെ ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ലൈറ്റ്സിൻ്റെയൊക്കെ. ഹലോ, അപ്പോൾ ഇവിടെ ഒരു 11-11:30 മണിയായിട്ടുണ്ട്. ഞങ്ങളിത് ഇപ്പോഴാണ് എല്ലാവരും കിടക്കാൻ പോകുന്നത് കേട്ടോ. കുറേ നേരം വർത്താനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ ലിവിങ് റൂമിൽ ഇരുന്നേച്ച്. ഇപ്പോൾ ആഷ്ലു ഫെല്ലു ഒക്കെ അപ്പുറത്ത് കിടക്കാൻ പോയിട്ടുണ്ട് ജസ്ബോയുടെ റൂമിൽ. ജസ്ബോയ് എയർബെഡിലാണ് കൊച്ചു കിടക്കണം കേട്ടോ. ഞങ്ങളുടെ കൂടെ കിടക്കണം, ഈ റൂമിൽ കിടക്കണം. യെസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മേ ബി ഒരു 7 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ടാവുമായിരിക്കും. അതെ, വെരി ഷോർട്ട് വ്ളോഗ്. ടുമോറോ വി ആർ ഗോണ ഡു സംതിങ് എൽസ്. യെസ്, ഇനി 2 more days മാത്രമേ ഇനി ഡെയിലി വ്ളോഗ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബിക്കോസ് വ്ളോഗ് മാസം ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് വരും. ബട്ട് സ്റ്റിൽ hope you like this video. അപ്പോൾ ഇനി coming days 2 days ആഷ്ലു ഫെല്ലു ഉണ്ടാവും. ആൻഡ് we are having great time with them. Yes, so that's it. Just boy, say bye. Bye. So guys, thanks for watching. See you next time. Bye bye. Bye.